CPM ഭജന സംഘത്തെ രൂപീകരിക്കുന്നത് കേൾക്കുന്നല്ലോ. അല്ല, സി പി എമ്മിനെ സംബന്ധിച്ച് വല്ലാത്ത ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഉത്സവകാലമാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജനുവരി മുതൽ ഏപ്രിൽ വരെ ഉത്സവം നടക്കുന്നു. ഉത്സവ സീസണിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഹരം എന്ന് പറയുന്നത്, യുവാക്കൾക്കിടയിൽ ഹരം എന്ന് പറഞ്ഞാൽ ഭജനമാണ്, നാമജപം കേൾക്കുന്നതാണ്. നന്ദഗോവിന്ദം ഭജൻസ്, നമ്മുടെ പ്രശാന്ത് വർമ്മയുടെ മാനസജപലഹരി, ശിവഹരി ഭജൻസ് നമ്മുടെ വൈക്കത്ത്, ശ്രീരാധേയം, പിന്നെ നന്ദഗോവിന്ദ ഭജൻസ് തുടങ്ങിയ ഭജന സംഘങ്ങൾ, വരാഹി, കണ്ണൂരുള്ള പെൺകുട്ടികളുടെ വരാഹി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ കയ്യിലെടുത്ത് ഭക്തിയിൽ ആറാടിച്ച് ഒരു ഹിന്ദു വേവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ വലിയ തോതിൽ ഒരു ഹിന്ദു ഏകീകരണത്തിന്, ഒരു ഹിന്ദുത്വം എന്നുള്ള ബോധമുണ്ടാക്കാൻ ക്ഷേത്രോത്സവങ്ങളെ ഭജന സംഘങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് ഒരു തോന്നൽ സി പി എമ്മിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ കേരളത്തിൽ നടക്കുന്ന ഭജന സംഘങ്ങൾക്ക് പിന്നിൽ ഇത്തരം ചില ഹിന്ദുത്വ അജണ്ട രഹസ്യമായി കടത്തിക്കൊണ്ടു പോവുകയാണെന്നുള്ള പ്രചാരണം ആരംഭിച്ചു, സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു. നമ്മളാണത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ആ വാർത്ത വന്നു, ഫേസ്ബുക്കിലൊക്കെ വാർത്ത വന്നു. ചില സുഡാപ്പികളുടെയും ഈ പറഞ്ഞ കമ്മികളുടെയും പോസ്റ്റുകളൊക്കെ തോന്നി. ഈ ഭജന സംഘത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ചന്ദനക്കുറി തൊട്ടിട്ടുണ്ട്. ചന്ദനക്കുറി തൊട്ടാൽ, രുദ്രാക്ഷമാലയിട്ടാൽ, കയ്യിലൊരു ചരട് കിട്ടിയാൽ അവൻ കൊള്ളാത്തവനായി എന്ന് കാണുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഒരു അച്യുതൻ്റെ ഭാഗമായി ഹിന്ദുക്കളെ ഐസൊലേറ്റ് ചെയ്ത് വളരെ വൃത്തികെട്ടവരും മാറ്റി നിർത്തേണ്ടവരുമാണെന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും, പണ്ടൊക്കെ നാടകവും കഥാപ്രസംഗവും ഗാനമേളയായിരുന്നെങ്കിൽ എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും ഭജനയാണ്. ക്ഷേത്ര കമ്മിറ്റികൾ അവരുടെ പക്കൽ പണമില്ലെങ്കിൽ പോലും എങ്ങനെയും സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തി ഭജന സംഘങ്ങളെ കൊണ്ടിരുന്നു. ചില ഭജന സംഘങ്ങൾ ഈ അവസരം മുതലെടുത്ത് വലിയ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച് ഹിന്ദുവിൻ്റെ ഭക്തിയിലുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭജന സംഘങ്ങളുണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പരാതികൾ വരുന്നുണ്ട്, ഒരുപാട് പരാതികൾ. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിരക്ക് ചോദിച്ച് കൊള്ളയടിക്കുന്നു. കാരണം ഒരു ക്ഷേത്രത്തിന് ഒരു ഉത്സവം 10 ദിവസത്തെയോ 5 ദിവസത്തെയോ ഉത്സവം നടത്താൻ ചിലപ്പോൾ ആകെ 5 ലക്ഷം രൂപ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഇരട്ടി പ്രതിഫലം വേണം, അല്ലെങ്കിൽ അതിൻ്റെ അത്രയും തുക പ്രതിഫലം വേണം എന്നൊക്കെ നടത്താൻ പറ്റില്ല. കാരണം അത് ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ ഭജന സംഘത്തിൻ്റെ ഈ ആലാപന ശേഷി ഇപ്പോൾ മയക്കുമരുന്നും മദ്യവും ഒക്കെ സ്വാധീനിച്ച് ചെറുപ്പക്കാരെ ഈ മാടനെന്നും മറുതയെന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന സംഘങ്ങൾ കൊണ്ടുവരുന്ന ആ പ്രവണതയിൽ നിന്ന് ഒന്ന് മാറ്റാൻ സാമൂഹ്യ സംഘടനകളും ഹൈന്ദവ സംഘടനകളും അതുപോലെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളും ഒക്കെ പൊതുപരിപാടികളും വെക്കുന്നുണ്ട്. നാമജപമാണ്, കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാമജപം എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്നുള്ള സതുദ്ദേശപരമായ ലക്ഷ്യത്തോടെ അങ്ങനെ വരുന്ന ആളുകളെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ആളുകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇതൊരു വലിയ അവസരമാണ് കേരളത്തിലെ ഹൈന്ദവ പുനരുജ്ജീവനത്തിന് എന്ന് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചറിയുന്ന സി പി എമ്മാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു പോകുന്നു. അതുകൊണ്ട് ഇത് വലിയ അപകടമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടെ എല്ലാം വന്നിട്ട് കൃഷ്ണ എന്നും ജയ ശ്രീരാമം, രാമചന്ദ്രൻ കി ജയ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളില്ലേ, എനിക്ക് വളരെ അറിയില്ല. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഒക്കെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകൾക്കൊപ്പം യുവത അങ്ങ് നൃത്തം ചെയ്യുന്നത് കണ്ട് സി പി എം വിരൽ പിടിച്ചത്. ഇത് പുതിയ കാര്യമൊന്നുമില്ല. യോഗ വലിയ തോതിൽ കേരളത്തിൽ പ്രചുര പ്രചാരം നേടിയപ്പോൾ സി പി എം ഭയന്നു. സി പി എം എന്നിട്ട് എന്ത് ചെയ്തു, കേരളത്തിൽ മുഴുവൻ സി പി എമ്മിൻ്റെ യോഗ പരിപാടികൾ ആരംഭിച്ചു. ശരിയല്ലേ? നമ്മുടെ മറ്റേ തടിയൻ പുള്ളി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ യോഗ ചെയ്യുന്ന പടമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ യോഗയൊക്കെ നിർത്തി, അന്നത്തെ ഒരു ഷോ ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല, സി പി എം കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ട് ക്ഷേത്രങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലാവണം എന്ന് പറഞ്ഞ് ക്ഷേത്രോത്സവ കമ്മിറ്റികൾ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്നില്ലേ, മറ്റേ കടക്കൽ തിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഉത്സവത്തിന് മറ്റേ പാട്ടില്ലേ, പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് വെച്ചു. DYFIയുടെ പതാകയൊക്കെ LED വാളിട്ട് കാണിച്ചു. അതൊക്കെ വലിയ പ്രശ്നമായ അവസാനം ഹൈക്കോടതി ഇടപെട്ടു. അങ്ങനെ ഉത്സവങ്ങളെ പോലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റണം, ക്ഷേത്രഭരണം തങ്ങളുടെ കയ്യിൽ വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സി പി എമ്മിന് ഇത് വല്ലാത്ത വേവലാതി വന്നിരിക്കുന്നു. കാരണം ഉത്സവ വേദികളിൽ ഇത്തരം ഭജന സംഘങ്ങൾ വരുന്നത് പാർട്ടിയുടെ അടിയിളക്കും, അതൊക്കെ BJPയിലേക്ക് ആളുകളെ കൊണ്ടുപോകുമെന്നുള്ള ഭയം വന്നിട്ട് ഇപ്പോൾ സി പി എം നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഭജന സംഘങ്ങൾ ഉണ്ടാവണം. അപ്പോൾ എനിക്കറിയില്ല, സി പി എമ്മിൻ്റെ ഭജന സംഘം വന്നാൽ എന്താ പറയുക, പൊന്നരി വാളം വിളിയിൽ കണ്ണറിയുന്നോളെ രാമരാമ എന്നൊക്കെ പറയുമെന്ന് അറിയത്തില്ല. അങ്ങനെ പാടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പാട്ട് പുഷ്പനെ അറിയാമോ ഇതൊക്കെ ആയിരിക്കും അമ്പലത്തിൽ പാടാൻ പോകുന്നത്. പക്ഷേ അതൊക്കെ പാടാൻ പാടില്ല എന്ന്
ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും CPM ബന്ധപ്പെട്ട് ഇത്തരം സാംസ്കാരിക ഭജന ഗായക സംഘങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ CPMൻ്റെ ഭരണസമിതികൾ ഉള്ള ക്ഷേത്രങ്ങൾ ഇത്തരം ഭജന പരിപാടികൾക്ക് വേദി കൊടുക്കരുത്. മറിച്ച് ഈ മാടനെയോ മാറുകളെയോ ഒക്കെ വിളിക്കുക, അല്ലെങ്കിൽ നാടകങ്ങൾ നടത്തുക, ഹിന്ദു വിരുദ്ധത, ക്ഷേത്രവിരുദ്ധത ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ മതേതരത്വം വിളമ്പുന്ന പരിപാടികൾ വെക്കുക. അതും അല്ലെങ്കിൽ ഗാനമേള വെച്ചേക്കുക. ഗാനമേള വെക്കുമ്പോൾ ഈ പ്രശ്നമില്ല. ഗാനമേളയുടെ കാലം ഏതാണ്ട് കേരളത്തിൽ കഴിഞ്ഞു. അതിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഭജന സംഘങ്ങൾ വരുന്നത്, നാമജപ ഗാനാലാപനം വരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് CPM ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നുവെന്നും തദ്ദേശീയമായി CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം ഗായക സംഘങ്ങളെ, ഭജന എന്ന് CPMന് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഗായക സംഘങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് ക്ഷേത്ര ഉത്സവങ്ങൾക്ക് പരമാവധി പരിപാടി കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം പോയിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. കാരണം പുകാസയുടെ നേതൃത്വത്തിൽ എഴുത്തുകാർ മാത്രമല്ല, കലയും സാഹിത്യമൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഗായകരെയൊക്കെ CPMന് കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയും അവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദു നാമധാരികളായ ആളുകളെ ഉപയോഗിച്ച് തന്നെ ക്ഷേത്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ, വേണമെങ്കിൽ ഒരു ഭക്തിഗാനമൊക്കെ പാടിക്കോ, ശ്രീരാമനെക്കുറിച്ച് പാടണ്ട, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കണ്ട, പരമപവിത്രമൊന്നും പാടണ്ട, ഭാരതത്തെക്കുറിച്ച് പാടണ്ട. ഇപ്പം നമ്മൾ ഈ ഭക്തിഗാനം ഈ കേരളത്തിലെ ഏതാണ്ടെല്ലാം ഏറ്റവും ഹൈടെക് ആയിട്ടിരിക്കുന്ന ചില ഗ്രൂപ്പുകളെ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭക്തി ഗാന അല്ലെങ്കിൽ ഭജന സംഘങ്ങളും ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഭാരതീയതയെക്കുറിച്ച് പാടുന്നുണ്ട്, ഇന്ത്യയെക്കുറിച്ച് പാടാറുണ്ട്, ഭാരതത്തെക്കുറിച്ച് പാടാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഭാരതത്തെക്കുറിച്ചൊക്കെ പാടുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കലി ഹിന്ദുത്വ ശക്തികൾക്ക് BJPക്ക് പോകുന്നു എന്നാണ് ഇവർ ധരിച്ചു വെക്കുന്നത്. ഇവർക്ക് ഇത് പാടിയാൽ പോരെ. കാരണം വേറെ കാര്യമുണ്ട്, ഇപ്പം ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ, ജയ് ഹിന്ദ്, ഭാരത് മാതാ എന്നൊക്കെ പറഞ്ഞാൽ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ അത് BJPക്കാരനായിട്ട് ഇപ്പോൾ മാറും. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സകലരും, കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിളിച്ച മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. അപ്പോൾ അതിപ്പോൾ ഇവർക്കൊക്കെ അത് ഭാരത മാതാവല്ല, ഇന്ത്യ വേണ്ട, ഇന്ത്യ 17ഓളം ദേശീയതകളാണ്, 17ഓളം സ്റ്റേറ്റുകളായി വിഘടിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്നൊരു രാജ്യമില്ല, അത് അതുകൊണ്ടാണ് ഈ ജയനുള്ള പിള്ളേരൊക്കെ തുക്കടെ പറയുന്നത്, കട്ടിങ് സൗത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇന്ത്യ വിഘടിച്ചു പോകണം, ഇന്ത്യ ഇങ്ങനെ ഒരു രാജ്യമായി നിൽക്കേണ്ടതല്ല. അങ്ങനെ വന്ന ചില സംസ്ഥാനങ്ങളിൽ അവർക്ക്, ഇപ്പോൾ കേരളം സ്വതന്ത്ര പരമാധികാരി രാജ്യമാക്കാൻ പറ്റും ഒരു ഇലക്ഷന് കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാൽ എന്നൊക്കെ ഉള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏതായാലും ക്ഷേത്രങ്ങളിലേക്ക് കയറാൻ ഭയപ്പെട്ടിരുന്ന CPM ക്ഷേത്രങ്ങളിൽ കടന്നു കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ കലാപരിപാടികളെ ഭയപ്പെടുന്നു. CPMൻ്റെ ഭജന സംഘങ്ങൾ, എനിക്കറിയില്ല അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്നറിയില്ല. അവർ ഭജന സംഘം ഉണ്ടാക്കി ഇവർ കേരളം മുഴുവൻ പരിപാടികൾ കൊടുക്കാൻ CPMൻ്റെ മലബാറിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ CPMൻ്റെ കയ്യിലാണ്. കേരളത്തിലും അവർ വിചാരിച്ചാൽ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് അധികാരത്തിൽ വരാൻ പറ്റും. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രോപദേശക സമിതിയിലെ പോലും പലയിടത്തും CPMന് സ്വാധീനമുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവർ ചെയ്യാൻ പോവുക എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അവർ സ്വന്തം ഒരു ആലാപന സംഘത്തെ ഉണ്ടാക്കി അവർ പാട്ട് പാടുമായിരിക്കും. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്, കേരളത്തിലിപ്പോൾ നോട്ടപ്പുള്ളികളായി മാറിയിട്ടുള്ള പ്രശാന്ത് വർമാജി അടക്കമുള്ള, പ്രശാന്ത് വർമാജിയുടെയൊക്കെ പരിപാടിയിലിരുന്ന ആളുകൾ ആവേശം കൊണ്ട് രോമാഞ്ചം വന്നു പോയി. ഇന്നലെ നമ്മുടെ ഒരു പരിപാടി ഷൂട്ട് ചെയ്യുമ്പോൾ അവർ പരമപവിത്രം പാടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീഫ് ക്യാമറാമാൻ സന്ദീപ് അവിടെ ഇരുന്ന് നോക്കുക, കൈ കാണിച്ചു. സന്ദീപിൻ്റെ രോമൊക്കെ ഇങ്ങനെ 90 ഡിഗ്രിയിൽ എണീറ്റിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആളുകളെ വികാരം കൊള്ളിക്കാൻ കഴിയുന്ന തരത്തിൽ ഭജനകളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപിടി സംഘങ്ങളുണ്ട്. അവരൊന്നും വലിയ ഹൈടെക് ഒന്നുമല്ല, പക്ഷേ അവർ കൊടുക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ദേശീയതയുടെ ഒരു പ്രവാഹം ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട്. ഇതിനെയാണ് CPM ഭയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം CPMൻ്റെ ഭജന സംഘങ്ങൾ വരുന്നു. ഇനി അത് വിജയിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു വികാരം, ഹിന്ദു ഐക്യം, ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പരിപാടികൾക്ക് വേദി കൊടുക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നതെന്നറിയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് നടപ്പാക്കാൻ പോവുക. എല്ലാ ഉത്സവങ്ങളും ആരംഭിക്കുന്നതേ ഉള്ളൂ, അല്ലേ? ഉത്സവങ്ങൾ തുടങ്ങുന്നുള്ളൂ. ജനുവരി മുതൽ അങ്ങ് ആരംഭിക്കുകയാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്ര ഉത്സവങ്ങൾ വരുവാണ്. അവിടെ ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഇത്തരം ഭജനകൾ നടക്കുന്ന സ്ഥലത്ത് സംഘർഷം ഉണ്ടാക്കാനും CPM മടിക്കില്ല. ഉണ്ടായിട്ടുണ്ട്. പരമപവിത്രമൊക്കെ പാടിയെടുത്ത് വടിവാൾ കൊണ്ട് വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ഷേത്ര അങ്കണങ്ങളെ യുദ്ധക്കളമാക്കി മാറ്റാൻ CPM മാറുമോ എന്നാണ്. കാരണം ഇവർക്ക് വിവരമില്ലല്ലോ. വിവരമില്ലാത്തതുകൊണ്ട് അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ക്ഷേത്രോത്സവങ്ങൾ കലക്കാൻ വേണ്ടി CPM ഗുണ്ടകൾ ഇറങ്ങുമോ എന്നറിയില്ല. ഇപ്പം ഭജന സംഘങ്ങൾ വരുന്നിടത്തൊക്കെ എതിർ പ്രവർത്തനങ്ങൾ ഇവർ നടത്താൻ ചിലപ്പോൾ ഇങ്ങനെ പാർട്ടി തീരുമാനം വന്നെന്നറിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ലോക്കൽ സഹാക്കളൊക്കെ മുണ്ടും മുടക്കി കുത്തിയെന്ന് ഇറങ്ങും. ഏതായാലും വേറെ കാര്യമുണ്ട്. ഇനി CPMൻ്റെ ഈ സംഘങ്ങൾ വന്ന്
ഭജന പാടിയാൽ കുറച്ച് പേർക്കെങ്കിലും മാനസാന്തരം ഉണ്ടായാൽ അങ്ങനെയും സംഭവിക്കാം. ഏതായാലും CPM-ൻ്റെ ഭജന സംഘം വരും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ CPM നോട്ടപ്പുള്ളികളായി മാർക്ക് ചെയ്തിരിക്കുന്ന ഭജന സംഘങ്ങൾ പരിപാടി അവതരിപ്പിക്കരുത് എന്ന നിലപാടിലേക്ക് പാർട്ടി മാറുന്നു എന്നാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്.